ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് QR കോഡുകളെ കുറിച്ചാണ്. QR കോഡുകൾ നമുക്ക് സുപരിചിതമാണ്. QR കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ പല വിവരങ്ങളും സ്കാൻ ചെയ്തെടുക്കാറുമുണ്ട്. എന്നാൽ നമുക്ക് അയക്കാനുള്ള വീഡിയോസ്, നമ്മളുടെ ടെക്സ്റ്റുകൾ, നമ്മളുടെ കൈവശമുള്ള ഒരു ഡോക്യുമെൻറ്റ്, ഫോട്ടോസ്, ഇതിൻ്റെയൊക്കെ QR കോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ? എങ്ങനെയാണ് QR കോഡ് നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ സ്വയം QR കോഡ് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. QR കോഡ് സ്വയം എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനായി നമുക്ക് ആദ്യം ഒരു ബ്രൗസർ തുറക്കാം. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് തുറന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ QR കോഡ് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള QR കോഡ് ജനറേറ്റേഴ്സ് ഇവിടെ കാണാം. അതിൽ ഒന്നാമത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു QR കോഡ് ജനറേറ്ററുടെ ഒരു പേജിലേക്ക് എത്തും. ഇനി നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് QR കോഡ് ജനറേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ ഒരു ലേശം സമയമെടുക്കും. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഡെസ്ക്ടോപ്പിൽ QR കോഡ് ജനറേറ്റർ ഓൺലൈനായി ഉണ്ടാക്കുന്നതിൻ്റെ സൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോണിൽ ഉപയോഗിക്കാവുന്ന QR കോഡ് ജനറേറ്റർ ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വളരെ ഈസിയാണ്. നമുക്ക് ഏതിൻ്റെയാണോ QR കോഡ് നിർമ്മിക്കേണ്ടത് ആ ടെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫ്രീ ടെക്സ്റ്റ് എന്ന് കാണാം. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ QR കോഡ് മാറി വരും. ഇനി URL കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ URL ഉണ്ട്. അവിടെ URL നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആ URL പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ QR കോഡ് ഉണ്ടായി വരും. കോണ്ടാക്ട്സ് ഉണ്ട്, കോണ്ടാക്ട്സ് കൊടുക്കാം. ഫോൺ, അതുപോലെ തന്നെ SMS. നമുക്കൊരു SMS അയക്കണമെങ്കിൽ ആ SMS ഇവിടെ അടിച്ചതിന് ശേഷം ഇവിടെ QR കോഡ് ജനറേറ്റ് ചെയ്യപ്പെടും. നമുക്കിപ്പോൾ വേറെ ആരും ഉപയോഗിക്കരുത്, പെട്ടെന്ന് കാണരുത് എന്നൊക്കെ വിചാരിക്കുന്ന SMS ഒക്കെ ആണെങ്കിൽ ആ SMS അടിച്ചിട്ട് ഇവിടെ QR കോഡാക്കിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി ഫോണിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോണിൽ ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് QR കോഡിൻ്റെ പല തരത്തിലുള്ള QR കോഡുകളുണ്ട്. ടെക്സ്റ്റ് ഇവിടെയുണ്ട്. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റായി, URL ആയി, ഇമെയിലായി, ഫോണായി, SMS ആയി, കോണ്ടാക്റ്റായി ഒക്കെ തന്നെ നമുക്ക് QR കോഡ് കൊടുക്കാം. ഇനി വൈഫൈൻ്റെ QR കോഡാണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ URL ആണെങ്കിൽ ഇവിടെ ഒരു URL ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ചാനലിൻ്റെ QR കോഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് നമുക്കിവിടെ നിന്ന് എടുക്കണം. അതിനായി ഞാൻ വേറൊരു ടാബ് തുറന്നു. യൂട്യൂബിലേക്ക് പോയി. യൂട്യൂബ് വന്നപ്പോൾ ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യാണ്. ഇതാണ് ചാനൽ, സ്മോൾ തിങ്സ് ഇൻ ലൈഫ്. നമ്മൾ ഈ ചാനലിൻ്റെ URL നമ്മൾ കോപ്പി ചെയ്യാണ്. ഇത് ഏറ്റവും മുകളിൽ അഡ്രസ് ബാറിൽ ഈ നമ്മുടെ ചാനലിൻ്റെ URL ഉണ്ടാവും. അതവിടെ നമ്മൾ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ URL ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ചാനലിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ QR കോഡ് മാറിയിരിക്കുന്നത് കാണാം. ഇനി ഈ QR കോഡ് കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇനി അതുമാത്രമല്ല, വേറെയും ചില ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതൊന്ന് സേവ് ചെയ്തെടുക്കണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതിന് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ പേര് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചോട്ടിൽ ഇതിൻ്റെ ഫോർമാറ്റ് ചോദിക്കും. PNG, SVG, EPS ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്കത് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ PNGയിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇവിടെ ഇത് ഡൗൺലോഡായി വരുന്നത് കാണാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ നമുക്ക് ഈ
QR കോഡ് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സ്കാൻ ചെയ്തിട്ട് വരുന്നുണ്ടോ, നമ്മുടെ ചാനൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായി നമുക്ക് നമ്മുടെ ഫോണിനകത്ത് ഒരു QR അല്ലെങ്കിൽ ബാർകോഡ് സ്കാനർ വേണം. അപ്പോൾ ഞാൻ ഈ QR കോഡ് സ്കാനർ തുറക്കുകയാണ്. ഇനി നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ മുകളിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്ന് കാണും. ഇവിടെ ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ യൂട്യൂബ് വഴിയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ചാനൽ തുറന്നു വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ലിങ്കുകൾ കൊടുക്കുന്നതിന് പകരം ഈ ഒരു QR കോഡ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആളുകൾക്ക് ഇത് സ്കാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ QR കോഡ് നിർമ്മിച്ചെടുക്കുന്നത്. ഇനി ഇതുപോലെ ചാനലിന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ഈ മെസ്സേജ് ഇവിടെ ഫ്രീ ടെക്സ്റ്റ് എന്നുള്ളിടത്തിലടിച്ച് മെസ്സേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ QR കോഡ് ഉണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ ആ മെസ്സേജാണ് അവിടെ കാണുക. അതുപോലെ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ അയക്കണമെങ്കിൽ നമുക്ക് QR കോഡിലൂടെ അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.